രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയപ്പോഴേ വിചാരിച്ചു ഒറ്റ മണിക്കൂർ കൊണ്ട് പണിയെല്ലാം തീർത്തിട്ട് ഇറങ്ങണമെന്ന്. മെനക്കെട്ട പണിയെല്ലാം തലേദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് രാവിലെ എന്തായാലും 1 മണിക്കൂറത്തെ കാര്യമേ ഉള്ളെന്ന് എനിക്കറിയായിരുന്നു. എഴുന്നേറ്റപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഇൻഡക്ഷനിലോട്ട് കുക്കറിൽ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളവും വെച്ചു. കറി രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കിയെടുത്തു. അത് മാറ്റിയപ്പോൾ ആ അടുപ്പത്തോട്ട് തന്നെ പാനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ മെനക്കെട്ട പണിയെന്ന് പറഞ്ഞത്, നെത്തോലി കഴുകുന്നത്. കഴുകി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ അങ്ങ് വറുക്കാൻ വെച്ചു. വെള്ളം ചൂടായപ്പോഴത്തേക്ക് അരി അങ്ങിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഏത്തപ്പഴം പുഴുങ്ങണമല്ലോ എന്ന്. പിന്നെ ആ മുട്ട എടുത്ത് ഏത്തപ്പഴത്തിൻ്റെ കൂടെ വെച്ചങ്ങ് പുഴുങ്ങിയെടുത്തു. മീനും വറുത്ത് മാറ്റി ഏത്തപ്പഴവും പുഴുങ്ങിയെടുത്തു. രണ്ടടുപ്പിലോട്ടും ഒന്നിൽ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇപ്പുറത്തേതിലേക്ക് ചീരച്ചേമ്പ് തോരൻ വെക്കാനും വെച്ചു. ചീര അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. രണ്ടടുപ്പിലും എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അരിയാനുള്ളതങ്ങ് അരിഞ്ഞെടുക്കും. ചോറ് നന്നായിട്ട് വെന്ത് അടച്ചു ഊറ്റി നമ്മുടെ തോരനുമായിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാനുള്ളത് അങ്ങ് എടുക്കാം. ചോറും എടുത്തു, തോരനൊരു സൈഡിലോട്ടും എടുത്തു, നെത്തോലിയും അതിന് മുകളിലേക്ക് തന്നെ വെച്ചു. വേറൊരു പാത്രത്തിലോട്ട് കറി എടുത്തു. അങ്ങനെ ലഞ്ചും പാക്ക് ചെയ്തു. 1 മണിക്കൂർ കൊണ്ട് കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി.